ഞങ്ങളുടെ നാട്ടിലെ ഒരു ചെറിയ ഒരു പ്രാദേശിക നേതാവ്, പുള്ളി പണ്ട് തൊട്ടേ ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടിയിൽ ഇങ്ങനെ വരുന്നതുകൊണ്ട് അണികളായിട്ട് പോകുമ്പോൾ നമ്മളെല്ലാവരും മുദ്രാവാക്യം വിളിക്കുമല്ലോ. അപ്പോൾ പുള്ളി ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് മുദ്രാവാക്യം വിളിച്ച് ശീലമുള്ള ഒരാൾ പെട്ടെന്നൊരു ദിവസം ഒരു മൗനജാഥ സംഘടിപ്പിക്കേണ്ടി വന്നു പുള്ളിക്കാരന്. അപ്പോൾ പുള്ളിക്കാരൻ മൗനജാഥയ്ക്ക് പോവുക. പുള്ളിക്കാരൻ ഏത് ജാഥയ്ക്ക് പോയാലും ശീലം മുദ്രാവാക്യം ലീഡ് ചെയ്തിട്ടുള്ള ശീലമാണ്. അപ്പോൾ പുള്ളി വന്നിട്ട് പുറകെ വണ്ടിയുണ്ട്. അപ്പോൾ ജനറേറ്റർ മൈക്കൊക്കെ എവിടെ? എനിക്ക് മൈക്ക് വേണം, മൈക്കില്ലാതെ പറ്റത്തില്ല, ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ തൊണ്ട ഒത്തിരി സ്ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് മൈക്ക് വേണമെന്ന് പറഞ്ഞു. കാരണം ചേട്ടാ മൈക്കൊന്നും ഇല്ല, ഇത് മൗനജാഥയാണ്, നമ്മുടെ മിണ്ടാതെ നടന്നു പോകണം. അപ്പോൾ അത് കുഴപ്പമില്ല, ഓക്കെ ഞാൻ ലീഡ് ചെയ്യാൻ പോകാം. ഓക്കെ എന്നിട്ട് പുള്ളി കയറി നിന്നിട്ട് മൈക്കും വേണ്ട ഒരു മലരും വേണ്ട മൗനജാഥ സിന്ദാബാദ് എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് പോവാണ്. അല്ല, ഈ ജാഥയ്ക്ക് ഏറ്റു വിളിക്കുമ്പോൾ 2-3 തരം സമരങ്ങളുണ്ട്. ഇടയ്ക്ക് ഇൻകുലാബ് സിന്ദാബാദ് മുതലാളിത്തം തുലയട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഈണം ഉണ്ടല്ലോ. ചില സമരം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിച്ച് പിടിവിട്ടു പോകും. കാരണം വെച്ചാൽ ഇവർക്കൊന്ന് സമരം ചെയ്ത് ശീലമുള്ള ആൾക്കാരായിരിക്കുമല്ലോ. ഇപ്പോൾ ബാങ്ക് ജീവനക്കാർ നല്ല ഇൻസർട്ടൊക്കെ ചെയ്ത് ഫുൾ കൈ ബട്ടൺസ് ഒക്കെ ഇട്ടിട്ട് ബാങ്കിൻ്റെ മുന്നിൽ ചെറിയ സമരം ചെയ്യുവർ. ബാങ്ക് ജീവനക്കാരൊക്കെ ഇവരുടെ ആവശ്യങ്ങളും വലുതായിരിക്കും. ഇവർ വന്നിട്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാൾ 6 മാസമായി പിടിച്ചു വെച്ചിരിക്കുന്ന ശമ്പള കുടിശ്ശിക ഉൾപ്പെടെ പൂർത്തീകരിച്ച് നമ്മളുടെ ശമ്പള ബോണസും ഓണത്തിൻ്റെ ഇതും കൂടെ തരിക. ഉടനെ ബാക്കിലല്ല 6 മാസമായിട്ട് ശമ്പളം തരിക എന്ന് പറഞ്ഞിട്ട് ഒരു രീതിക്ക് നമുക്ക് മനസ്സിലാകാതെ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു വലിയ സംഘമുണ്ട്. മാത്രമല്ല ഈ ഏറ്റു പറയുമ്പോൾ ചിലർക്ക് എന്താണെന്ന് മനസ്സിലാവാതെ വെറുതെ കശപിശാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മളൊരിക്കൽ ക്രിസ്മസ് ക്രിക്കറ്റ് ബാറ്റ് മേടിക്കാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി കരോൾ പോകാൻ തീരുമാനിച്ചു. കരോൾ പോകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാട്ടിൽ ഈ ക്രിസ്മസ് പാട്ട് പാടി തീർന്നു കഴിയുമ്പോൾ ഡിസംബർ ആണല്ലോ, വിസിലടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ വി വിഷ് യു എ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ, ഇതാണ് താളം. അപ്പം 2 വീട് 3 വീടെത്തിയപ്പം ഒരു കല്ല് ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഏതോ ഒരുത്തം തെറ്റിക്കുന്നുണ്ട്. ഇത് ആരാന്നൊരു പിടുത്തില്ല. വി വിഷ് തൊട്ട് തന്നെ പറയുന്നത് തെറ്റാണ്, എന്താണെന്ന് മനസ്സിലായിട്ടുമില്ല. അപ്പം ഞാനിത് ആരാന്ന് കണ്ടുപിടിക്കാൻ 2 പ്രാവശ്യം നോക്കിയിട്ട് വി വിഷ് യു എ കിട്ടുന്നില്ല, ആരാ തെറ്റിക്കുന്നതെന്ന്. അങ്ങനെ ഞാൻ ഒരു ചെറിയ സംശയം തോന്നി, ജോൺസൺ എന്ന് പറഞ്ഞ ഒരുത്തനാണോ തെറ്റിക്കുന്നതെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞ് അടുത്ത വീട്ടിൽ വിസിലടിച്ച് കഴിയുമ്പോൾ നമ്മൾ 8 പേര് മിണ്ടാതിരിക്കണം. ജോൺസൺ ഒറ്റയ്ക്ക് പാടത്തെ അപ്പോഴേ നമുക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞ് ചട്ടം കെട്ടി അടുത്ത വീട്ടിൽ കരോളിൻ്റെ പാട്ട് കഴിഞ്ഞു. പാട്ട് നിർത്താൻ വേണ്ടി വിസിലടിച്ചു. ഞങ്ങൾ 8 പേര് മിണ്ടായിരുന്നപ്പോൾ ആ വീട്ടുകാരൻ്റെ മുഖത്ത് നോക്കി ജോൺസൺ ജെൻസൺ കരോള് പാടിയിട്ടുണ്ടോ? ഉണ്ട്, ഇഷ്ടംപോലെ പാടിയിട്ടുണ്ട്. ഇതുപോലെ പറ്റിയിട്ടുണ്ടോ? ഇതുപോലെ ഇതുവരെ ഭാഗ്യത്തിന് പറ്റിയിട്ടില്ല. ഈ കരോളിന് എൻ്റെ ഒരു കൂട്ടർ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്, പുള്ളി പാട്ടെഴുതും, കരോളിൻ്റെ പാട്ട് എഴുതിയിട്ട് ഇതുകൊണ്ട് മീറ്ററിൽ ഒപ്പിക്കുക എന്ന് പറയുന്ന ഒരു പാട്ട്. ഈ ബത്ലഹേം പുൽത്തൊഴുത്ത് ഇങ്ങനെ കുറേ വാക്കുകൾ വെച്ചിട്ട് ഇപ്പോൾ ഓമന കുഴക്കടപ്പുറത്തിന്നോമനെ ആ പാട്ടുണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ പുള്ളി ബത്ലഹേമിൽ ജനിച്ചു വീണ യേശുവേ ഉണ്ണി യേശുവേ നീ പുൽത്തൊഴുത്തിൽ തന്നെ പിറന്നത് എന്തിനാന്ന് ഒരു പാട്ടുണ്ടാക്കി. അപ്പോൾ അതിൻ്റെ അനുപല്ലവിയിൽ പുള്ളി എഴുതിയിട്ട് മീറ്റർ ഒക്കാഞ്ഞിട്ട് മറ്റേ പാട്ടിൻ്റെ ട്യൂണിൽ കൊണ്ടുപോയിട്ട് മുട്ടിച്ച് നിർത്തിയിട്ടുണ്ട്. അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി നീ ജനിച്ചാൽ നാട്ടിലെങ്ങും ക്രിസ്തുമസ്, നീ മരിച്ചു പോയാൽ ദുഃഖ വെള്ളിയാഴ്ചയായി 30 വെള്ളിക്കാശിനാ യൂദാസ് ഒറ്റിക്കൊടുത്തു, യൂദാസിനോട് ക്ഷമിച്ചവനാ നീ, യൂദാസ് ഭയങ്കരനാ, ഉണ്ണീശോ പാവമാ. എന്തുമാത്രം കഷ്ടപ്പാട് ഉണ്ണീശോ നമുക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഭദ്രൻ അങ്ങാണ്ട് പറഞ്ഞിട്ട് ചേട്ടൻ്റെ ഒക്കെ ഏതൊരു കൂട്ടുകാരനല്ലേ എന്താ ഇത് പാരഡി എഴുതണ, മറ്റേ കല്ല് മാത്രം എഴുതുന്ന ഒരാളെന്നും പറഞ്ഞ് ബിബിനിടക്ക് പറയാറ്. ആ കല്ല് മാത്രം എഴുതുന്ന കുറച്ച് പേരുണ്ട്. ഈ പാരഡി കാസറ്റ് കത്തുന്ന സമയത്ത് മമ്മി സെഞ്ചുറി എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു കാസറ്റ് എഴുതാൻ വേണ്ടി റൂം എടുത്ത് വന്നിട്ട് 2-3 ദിവസമായിട്ട് നമ്മളൊക്കെ പാരഡി എഴുതുമ്പോൾ ഓരോ വാക്കും കറക്റ്റ് മീറ്റർ ഒപ്പിച്ചുണ്ടാക്കിയാലേ അതിനൊരു സൗന്ദര്യം ഉണ്ടാവുള്ളൂ. അപ്പം 2 ദിവസമായിട്ട് 8 പാട്ട് എഴുതണം. 6 പാട്ടെങ്ങാണ്ടായിട്ട് എഴുതിയിട്ടില്ല. അപ്പം മമ്മിക്ക് വന്നിട്ട് എന്തായി ഒറിജിനൽ പാട്ട് എഴുതാൻ ONV കുറുപ്പിന്റെ റൂം എടുത്തു കൊടുത്താൽ ഇത്ര നേരം വേണ്ടില്ല, ഇത് പാരഡി അല്ലേ, എത്ര നേരം എഴുതണു, 2 ദിവസമായല്ലോ സുഖമായിട്ട് താമസിക്കണു, പെട്ടെന്ന് പാട്ട് എഴുത് എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റാനില്ല. എന്തിട്ടാ നിങ്ങൾ കാണിക്കണത്, ഇത് ഇത്ര വലിയ പാടുള്ള പണിയാണോ എന്ന് പറഞ്ഞിട്ട് പേനയും പേപ്പർ എടുത്ത് പുള്ളി 2 വരി ഇതിന്റെ ബാക്കി ഉണ്ടാക്ക് എന്ന് പറഞ്ഞിട്ട് പോയി. ഞങ്ങൾ നോക്കിയപ്പം കറുത്ത പശു ആലുവ മാർക്കറ്റിൽ ചാണകം ഇട്ടു എഴുതി വെച്ചേക്കുക. ഞാൻ പുള്ളി പോവുകയും ചെയ്തു, ഇതിന്റെ ബാക്കി എഴുതെന്നും പറഞ്ഞ് പോയേക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിളിച്ചിട്ട് വെച്ച് മമ്മിക ഇത് കറുത്ത പശു ആലു മാർക്കറ്റിൽ ചാണകം എഴുതിച്ച് ഇത് ഏത് പാട്ടിന്റെ പാരഡിയാന്ന് വെച്ചപ്പോൾ മനസ്സിലായില്ലേ, പാടുത്തരാം. കറുത്ത പശു ആലു മാർക്കറ്റിൽ ചാണകം. അപ്പൊ ജെൻസൺ
പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു, നന്നായിരുന്നു. താങ്ക് യു All the best. താങ്ക് യു ഗൈസ്.